ദൃശ്യമാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായ തെളിവായത്. CCTV ദൃശ്യം കിട്ടിയത് കൊണ്ടാണ് ഇത് ആ പ്രതി 27 മിനിറ്റ് കാത്തുനിന്ന് ഒരു കാരണവും കൂടാതെ അവിടെ കാത്തുനിന്ന ശേഷം കുട്ടിയെ കയറ്റിയിറക്കി ഇടിച്ചു കൊന്ന് വാഹനം കയറ്റിയിറക്കി കൊണ്ടുപോയതായിട്ട് CCTV ദൃശ്യത്തിലാണ് തെളിഞ്ഞത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും അത് കിട്ടി. കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത് ആക്ച്വലി അതൊരു കോടതിക്ക് തന്നെ നേരിട്ട് കാണും പോലെ ഈ ദൃശ്യം കണ്ടു എന്ന്. കാരണം കോടതിയിൽ ഇത് ഈ CCTV ദൃശ്യം പ്രദർശിപ്പിച്ച് അത് തെളിവെടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് കോടതിക്ക് ആർഗ്യുമെന്റിന്റെ സമയത്ത് എന്റെയും അതുപോലെ പ്രതിഭാഗത്തിന്റെയും വാദം നടക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു എന്ത് ആർഗ്യൂ ചെയ്താലും നേരിട്ട് കോടതി കാണുന്നത് പോലെ ദൃശ്യങ്ങൾ മുമ്പിലുണ്ടല്ലോ എന്ന ഒരു പരാമർശവും കോടതിയിൽ നിന്നുണ്ടായിരുന്നു. ഇത് 302 IPC കൊലക്കുറ്റം മാത്രമാണ് ഇതിനകത്ത് തെളിഞ്ഞിരിക്കുന്നത്. അതിനാണ് ഈ ജീവപര്യന്തം തടവും അതുപോലെ 10 ലക്ഷം രൂപ പിന്നെ പെനാൽറ്റിയും വന്നിരിക്കുന്നത്. കുട്ടികളുടെ മൊഴി വളരെയധികം, കാരണം ഇതിനകത്ത് മരണപ്പെട്ട ആദിശേഖരനോടൊപ്പം ഫുട്ബോൾ കളിച്ച മറ്റു 3 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. ആ 3 കുട്ടികളും വളരെ കൃത്യമായിട്ട് അന്ന് എന്താണ് അവിടെ നടന്നത് എന്ന് അത് വളരെ ലിങ്കിങ് എവിഡൻസ് ആ കുട്ടികൾ. ഒരു കുട്ടി നീരജ് എന്ന് പറയുന്ന കുട്ടി, അത് അയാള് അന്നൊരു 11 വയസ്സ് പ്രായമുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയെ വളരെ നല്ല രീതിയിൽ ക്രോസ് എക്സാമിനേഷൻ ഒക്കെ ചെയ്തെങ്കിലും ആ കുട്ടി നേരിട്ട് കണ്ട കൃത്യമായിട്ടും കോടതിയിൽ പറഞ്ഞതും വളരെയധികം നല്ലൊരു നിർണായകമായ തെളിവായിരുന്നു. ഒരു നിഷ്കളങ്കനായ കുട്ടിയാണ്. ഒരു ചെറിയൊരു വാക്കുതർക്കത്തിന്റെ പേരിൽ എന്റെ ജീവൻ എടുത്തു. അതുകൊണ്ട് പരമാവധി ശിക്ഷയായിരുന്നു തീർച്ചയായിട്ടും. കാരണം അത് ഒരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളത് എനിക്ക് കോടതിയിൽ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 14 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്താൻ കണ്ടെത്തിയ ആയുധം എന്ന് പറയുന്നത് വളരെയധികം ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമായിരുന്നു. കാരണം പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തു വന്നാൽ ഇത് വെറും ഒരു അപകടമായിട്ട് മാത്രമേ ഇത് മറ്റുള്ളവർ കാണാവൂ എന്ന ഒരു പ്രീ കാൽക്കുലേറ്റഡ് ഇന്റൻഷൻ ഈ പ്രതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് കാർ തന്നെ ഇതിനെ ആയുധമാക്കി ഉപയോഗിക്കുകയായിരുന്നു. എന്നിട്ട് കയറ്റി ഇറക്കി കൊണ്ടുപോയി. കാരണം ആ ദൃശ്യങ്ങൾ കണ്ടാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അതൊരു ഇന്റൻഷണൽ മർഡർ ആണ് എന്നുള്ളത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ കേസിന്റെ. കൂടാതെ ഈ കുഞ്ഞിന് വളരെ വളരെ ബുദ്ധിമാനും വളരെ നല്ല ഒരു കുട്ടി, എല്ലാ പൊതുകാര്യത്തിലും ഇടപെടുന്ന വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഒരു വെറും 15 വയസ്സ് പ്രായമുള്ള ഈ കുട്ടിയെ അതിക്രൂരമായിട്ട് ഇങ്ങനെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു എന്ന് തന്നെയായിരുന്നു എന്റെ വാദം. പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിധിച്ചിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ജീവപര്യന്തം തടവ് ശിക്ഷയാണ് പ്രതിക്ക്. ഇപ്പോൾ എന്തൊക്കെയാണ് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയ കാര്യങ്ങൾ? ഷഫീദ്. ഉന്മേഷ, അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്. ആ കൊലപാതകം നടത്തിയ രീതി അടക്കമുള്ള കാര്യങ്ങൾ അന്നേ ചർച്ചയായതാണ്. CCTV ദൃശ്യങ്ങളായിരുന്നു. ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് വിനീത് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതിന് നമ്മൾ ഇടകീറി പരിശോധിച്ച് CCTV ദൃശ്യങ്ങളടക്കം പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ വാദം. ഈ ശിക്ഷാവിധി എങ്ങനെയാണ് കാണുന്നത് നമ്മൾ? തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ല ഒരു ഗുണപാഠമായിട്ടാണ് ഇത് ഞാൻ കാണുന്നത്. കാരണം ഒരു എത്രത്തോളം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാലും അതിലെവിടെയെങ്കിലും ഒരു തെളിവ് കാണും. ഇതിനകത്ത് ഒരു മൂന്നാമതൊരു കണ്ണ് എന്ന് പറയുന്നത് ഈ പ്രതി അറിയാതെ മുകളിൽ CCTV ക്യാമറയുടെ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. കാരണം ആദ്യം വെറും ഒരു 304A അപകട മരണം എന്നുള്ള രീതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോഴാണ് ഇത് പിന്നീട് മനസ്സിലാകുന്നത് ഈ CCTV ദൃശ്യങ്ങളിൽ ഇത് ഈ ദൃശ്യം തീർച്ചയായിട്ടും നടന്നു കാണുമല്ലോ എന്ന്. അപ്പൊ ഈ ക്യാമറയിൽ നിന്ന് ഏകദേശം ഒരു 6-7 മീറ്റർ മാറിയിട്ട് ഈ പ്രതി കാറ് ഇട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടി ഫുട്ബോൾ കളി കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്നത് വരെ. ഇന്റൻഷണൽ മർഡർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത ആ രീതിയിൽ കൂടിയാണ്. അങ്ങനെയാണ്. കാരണം അല്ലെങ്കിൽ ഈ 27 മിനിറ്റ് എന്തിന് ഇയാൾ അവിടെ വെയിറ്റ് ചെയ്തു എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷനും പ്രതിഭാഗത്തിന് പറയാനോ വാദിക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇതിൽ. പിന്നെ കൂടാതെ ഈ വാഹനം മൂവ് ചെയ്തിട്ട് അപ്പം അറിയാതെ സംഭവിച്ചു പോയി എന്നുണ്ടെങ്കിൽ വെട്ടിത്തിരിക്കാനെങ്കിലും ശ്രമിക്കുമായിരുന്നു എന്നുള്ള ഒരു വലിയൊരു വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത് ഒരു ഇന്റൻഷണൽ മർഡർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. CCTV ദൃശ്യങ്ങളുടെയും മറ്റ് ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞത്.
താങ്ക് യു. എന്നാലും ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാറാണ് നമ്മളോടൊപ്പം ചേർന്നത്. നമുക്കറിയാം ഈ മർഡറിന്റെ, അതായത് ഈ കൊലപാതക സംഭവങ്ങൾ നടന്ന ആ ദിവസം മുതൽ പോലീസിന്റെ അന്വേഷണം, അതിനും അപ്പുറത്തേക്ക് പ്രോസിക്യൂഷൻ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ചില ഇടപെടലുകൾ, ഇന്റൻഷണൽ മർഡർ, അതായത് ഈ പ്രതിയായിട്ടുള്ള പ്രിയരഞ്ജൻ അവിടെ കാത്തു നിന്ന് കുട്ടിയെ വാഹനമിടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്നത് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞതോടുകൂടിയാണ് പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ കിട്ടിയത്. മാത്രമല്ല, ഈ കേസിൽ ആദിശേഖരന്റെ മൂന്ന് കുട്ടികളായിട്ടുള്ള മൂന്ന് സുഹൃത്തുക്കൾ, അവരുടെ മൊഴിയും നിർണായകമായി. കാരണം അവരടക്കം ഈ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു വിചാരണ വേളയിൽ. അതേപോലെ തന്നെ അവർ നൽകിയ മൊഴിയും കോടതി കൃത്യമായി തന്നെ അതേ പ്രാധാന്യത്തിൽ തന്നെ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജീവപര്യന്തം കഠിന തടവ് എന്ന ശിക്ഷയിലേക്ക് പ്രതി പ്രിയരഞ്ജന് ശിക്ഷ വിധിച്ചത്. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.